നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാലത്തെ അതിജീവിച്ച ജ്ഞാനത്തിന്റെ ഒരു പ്രകാശഗോപുരത്തെക്കുറിച്ചാണ്. അതെ, 1952 ജൂലൈയിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ. ആലോചിച്ചു നോക്കൂ, അന്നത്തെ ആ അറിവുകൾക്ക് ഇന്നും നമ്മുടെ വഴിത്താരകളെ എത്രമാത്രം പ്രകാശപൂർണമാക്കാൻ കഴിയുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ ഒരു ചോദ്യം, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മളിൽ പലരും സ്വയം ചോദിക്കുന്ന ഒന്നല്ലേ? എവിടെയാണ് ആശ്വാസം? എവിടെയാണ് യഥാർത്ഥ വെളിച്ചം? ശരിയാണ്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാമല്ലേ? അതായത് ഇന്നത്തെ ലോകം, ഒരു നിഴലിലകപ്പെട്ടതുപോലെയുള്ള ആ ലോകത്തെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉത്കണ്ഠ അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഒരു അനിശ്ചിതത്വം, ഒരു പിരിമുറുക്കം എപ്പോഴും കൂടെയില്ലേ? നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള പേടി, അത് നമ്മളെ എത്ര തവണയാണ് പിന്നോട്ട് വലിച്ചിട്ടുള്ളത്. അടുത്തത് ഭിന്നതയാണ്. ചുറ്റുമൊന്നു നോക്കിയാലും മതി, സമൂഹത്തിൽ മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ പോലും എത്ര വേർതിരിവുകളാണ്. ഞാനും നീയും എന്ന ചിന്ത, ഇത് നമ്മളെ എത്രമാത്രം ഒറ്റപ്പെടുത്തി കളയുന്നു അല്ലേ? പിന്നെയോ സംശയം? എങ്ങോട്ട് തിരിഞ്ഞാലും ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ പെരുമഴയത്ത് ഉറച്ചു നിൽക്കാൻ ഒരു തുരുത്ത്, ഒരു വിശ്വാസം, ഒരു ലക്ഷ്യം, അത് കണ്ടെത്തുക എന്നുള്ളത് ഇന്നൊരു വലിയ മലകയറ്റം പോലെയായിരിക്കുന്നു. അപ്പോ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ വരൂ: എവിടെയാണ് നമുക്ക് നമ്മുടെ വെളിച്ചം കണ്ടെത്താൻ കഴിയുക? ഈ ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണൊരു വഴി കണ്ടെത്തുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ജ്ഞാനത്തിന്റെ ഈ കെടാവിളക്ക്. ഇവിടെയാണ് നമ്മൾ അഖണ്ഡ ജ്യോതിയുടെ പ്രസക്തി തിരിച്ചറിയുന്നത്. ഇതൊരു വെറും മാസികയല്ല കേട്ടോ, ഇത് ജീവിതത്തെയും ആത്മീയതയും കുറിച്ചുള്ള വറ്റാത്ത അറിവിന്റെ ഒരു ഉറവയാണ്. അപ്പോൾ എന്താണ് ഈ ജ്ഞാനം നമുക്ക് തരുന്നത്? അതൊരു വഴിയാണ്, ഒരു വിചാരക്രാന്തിയിലേക്കുള്ള വഴി. അതായത് ഒരു ചിന്താവിപ്ലവം. നമ്മൾ ലോകത്തെ കാണുന്ന രീതി, നമ്മൾ കാര്യങ്ങളോട് പ്രതികരിക്കുന്ന രീതി, ഇതിനെയെല്ലാം അടിമുടി മാറ്റിമറിക്കാനുള്ളൊരു രൂപരേഖയാണിത്. റെഡിയല്ലേ? എന്നാ പിന്നെ നമുക്കിതിന്റെ ആഴങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ഈയൊരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ആത്മപരിവർത്തനത്തിനുള്ള ആ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാത്തിന്റെയും അടിത്തറ അതാണ് തപസ്യ. മാലിന്യങ്ങളെയൊക്കെ കത്തിച്ചു കളഞ്ഞ് നമ്മുടെ ഉള്ളിലൊരു വലിയ ശക്തിയെ, ഒരു ആന്തരിക അഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള ഒരു തീവ്രമായ സാധനയാണിത്. തപസ്യാക്ക പ്രചണ്ഡ പ്രതാപ എന്നതിൽ പറയുന്നതുപോലെ നമ്മുടെ ആത്മീയ പുരോഗതിയുടെ എഞ്ചിൻ എന്ന് തന്നെ പറയാം. ഇനി ഗായത്രി, നമ്മൾ പലപ്പോഴും ഒരു പ്രാർത്ഥനയായി മാത്രം കാണുന്ന ഒന്നല്ലേ? പക്ഷെ ഇവിടെ പറയുന്നത് അതൊരു സമ്പൂർണ്ണ ജീവന വിദ്യയാണെന്നാണ്. അതായത് ഒരു ജീവിതശാസ്ത്രം. ഗായത്രി ഏക് ജീവൻ വിദ്യ ഹേ എന്ന് പറയുന്നതുപോലെ ജീവിതം മുഴുവൻ പിന്തുടരാനുള്ള ഒരു സമഗ്രമായ മാർഗമാണത്. നമ്മളിത് കൃത്യമായി പരിശീലിച്ചാൽ എന്തൊക്കെയാണ് ഫലങ്ങളെന്നറിയാമോ? നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ സഫലമാകും. നമ്മൾ പറയുന്ന വാക്കുകൾക്കൊരു പ്രത്യേക ശക്തി കൈവരും. അതാണ് വചനസിദ്ധി. എന്തിന്? മരണത്തെക്കുറിച്ചുള്ള അറിവ് വരെ നേടാൻ കഴിയുന്ന ആഴത്തിലുള്ള ആത്മജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കും. ഈയൊരു വാചകം കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമയില്ലേ? മാതാദ്വാരാ പ്രാണഭിക്ഷാക്കാദാൻ, അമ്മ ജീവൻ ദാനമായി നൽകുന്നുവെന്ന്. ആത്മീയ സാധനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കരുതലിനെയും സംരക്ഷണത്തെയും ഇതിലും മനോഹരമായി എങ്ങനെയാണ് വിവരിക്കുക? ജീവിതത്തിലെ കഠിനമായ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. അതെന്തൊക്കെയാണെന്ന് നോക്കൂ. ഒരു തെറ്റും ചെയ്യാതെ ഭയാനകമായ ആരോപണങ്ങളിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് മോചനം, നെഗറ്റീവ് എനർജികളിൽ നിന്ന് രക്ഷ, നമ്മുടെ ഉള്ളിലുള്ള അടങ്ങാത്ത ദുർവാസനകളെ നിയന്ത്രിക്കാൻ, വിട്ടുമാറാത്ത രോഗങ്ങളുടെ പിടിയിൽ നിന്ന് പുറത്തുവരാൻ, എന്തിന് നമ്മുടെ ദൗർഭാഗ്യങ്ങളുടെ ആ ഒരു ചക്രത്തിൽ നിന്ന് തന്നെ പുറത്തുകടക്കാൻ, ഇതിനെല്ലാം സാധിക്കും. അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഇരുട്ടിനെ ഓടിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പകരം നമ്മുടെ ഉള്ളിൽ ബ്രഹ്മ തേജസ് എന്ന് പറയുന്ന ഒന്നിനെ ഉണർത്തുകയാണ്. ഗായത്രി ഉപാസക ബ്രഹ്മ തേജ് എന്ന് പറയുന്നതുപോലെ ആർക്കും കെടുത്തിക്കളയാൻ പറ്റാത്ത ഒരു സമർപ്പിത സാധകന്റെ ആത്മീയ പ്രഭ, അതാണ് നമ്മൾ നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിപരമായ മാറ്റത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഈ ഒരു ആന്തരിക പരിവർത്തനം എങ്ങനെയാണ് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു മികച്ച ലോകത്തെ കെട്ടിപ്പടുത്തുന്നത് എന്ന് നോക്കിയാലോ? ഇവിടെ പറയുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റത്തെക്കുറിച്ചല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. 50%. ആദ്യ രാഷ്ട്രക പുനരുത്ഥാനം എന്നാണ് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രത്തിലെ പകുതിയോളം ജനങ്ങളെ പുനരുദ്ധരിക്കാനുള്ള ഒരു വലിയ സാധ്യതയെക്കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? വളരെ സിമ്പിളാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നമ്മുടെ വ്യക്തിപരമായ ശുദ്ധി അഥവാ സാത്വികത, അത് സമൂഹത്തിൽ ഐക്യം കൊണ്ടുവരുന്നു. നമ്മുടെ സേവന മനോഭാവം, അത് സമൂഹത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്നു. ഓരോ വ്യക്തിയും ശക്തനാകുമ്പോൾ രാഷ്ട്രം മുഴുവൻ ഉയർത്തെഴുന്നേൽക്കുന്നു.
സേവാ ഹൗർ സാത്വികത കാ വികാസ് എന്നതിൽ പറയുന്ന ആ ആശയം തന്നെയാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറും അറിവായിരുന്നാൽ പോരല്ലോ. കാലങ്ങൾക്കപ്പുറമുള്ള ഈ ജ്ഞാനത്തെ നമുക്ക് ഈ നിമിഷത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ യാത്ര ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. അപ്പോ ഈ ചിന്താവിപ്ലവത്തിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ശുദ്ധീകരണത്തിനായി തപസ്യയെ സ്വീകരിക്കുക. ഗായത്രിയെ ഒരു പ്രാർത്ഥനയായിട്ടല്ല, ഒരു ജീവിതശാസ്ത്രമായി മനസ്സിലാക്കുക. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയും സത്യവും നൽകുക. സേവനവും ശുദ്ധിയും ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഉള്ളിലുള്ള ഭയത്തെയും നെഗറ്റിവിറ്റിയെയും അതിജീവിക്കുക. രോഗങ്ങളുടെയും ദൗർഭാഗ്യങ്ങളുടെയും ആ ഒരു ചക്രത്തിൽ നിന്ന് പുറത്തുകിടക്കുക. നമ്മുടെ ഉള്ളിൽ ആത്മീയ പ്രഭ, ആ ബ്രഹ്മതേജസ് വളർത്തിയെടുക്കുക. ഏറ്റവും നിരാശ തോന്നുമ്പോഴും പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഓർക്കുക, നിങ്ങളുടെ ഒരു ചെറിയ മാറ്റം പോലും സമൂഹത്തിന് വലിയ ഊർജ്ജമാകും. ദൈവികമായ കൃപ എപ്പോഴും ഒരു സംരക്ഷകയായി കൂടിയുണ്ടെന്ന് വിശ്വസിക്കുക. അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് യാത്ര ചെയ്യുക. ദിവ്യമായ ഊർജ്ജത്തെ നമ്മുടെ ഏറ്റവും വലിയ ആയുധമാക്കുക. സ്വാർത്ഥത വെടിയുക. യഥാർത്ഥ പുരോഗതിയുടെ പാതയിൽ ഇന്ന് തന്നെ ആദ്യ ചുവടുവയ്ക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ കഴിവുകൾക്ക് ഒരു പരിധിയുമില്ലെന്ന് തിരിച്ചറിയുക. ഈ പരിവർത്തനം അത് നിങ്ങളുടെ അടുത്ത ചിന്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏത് ചിന്തയാണ് നിങ്ങൾ ആദ്യം മാറ്റിമറിക്കാൻ പോകുന്നത്?